ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. ഈ ഒരു നേരത്തോനെ കിട്ടൂല. ഹലോ ശശിയാ, ഞാനാണ്. ഞാൻ ഇന്ന് വരൂല. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ മേലും കൈയൊക്കെ ഒരു വേദന, ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടേ. അപ്പം വീട്ടിൽ ഭാര്യയ്ക്ക് തക്കാളിയാണല്ലോ, മോക്ക് ഡെങ്കിയാണ്. അപ്പം എനിക്കിനി പന്നിയാവോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അതാ അപ്പം ഈ ഒരു പണി ഈ പീട് തുറന്നോണ്ടി, പീട് തുറന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ. പിന്നെ നമ്മളെ സുധാരൻ വരും, നമ്മളെ മറ്റേ ഇടക്കിടക്ക് വരലില്ലേ സുധാരൻ, ഓൻ വരും. ഓൻ വന്നിട്ട് 5000 ഉറുപ്പ്യ ചോദിക്കും. കൊടുക്കരുത് ഓന്, പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി. കൊടുക്കരുത്, ഓനൊരു പണ്ടാരക്കാലനാ. പിന്നെ നമ്മളെ ട്രാവൽസിലെ സിസിലി വരും, സിസിലില്ലേ, ഓള് 2000 ഉറുപ്പ്യ ചോദിക്കും. ഒക്കെ കൊടുത്തേക്കണ്ടി. അതെന്തിനാണെന്ന് ഈ അറിയണ്ട, അതവിടെ എഴുതി വെച്ചാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി, ഞാൻ ആയിക്കോളൂ. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ് വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോകും. എന്നിട്ട് ഞാൻ കേട്ടോ സുഖണ്ട് ഞാനായിട്ട് വരിക. വെക്കട്ടെ. അപ്പോ അല്ല, ആരാ? നമസ്കാരം. നമസ്കാരം. ഇതാരാ? ഈ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതന്നെയാ? ഇതാണ്. നിങ്ങളാരാ? മനസ്സിലായില്ല? ഇല്ല. ഇതെന്താ പ്രശ്ന വേഷത്തിന് ഇറങ്ങിയതാ? ഇത് സൂക്ഷിച്ചു നോക്കണോ? മനസ്സിലായില്ല? ഇല്ല, എനിക്ക് ഇതിനു മുമ്പൊന്നും ഇവിടെ പതില്ലല്ലോ അല്ലേ? ഇത്ര നേരമായിട്ട് എന്നെ മനസ്സിലായില്ല? ഇല്ലാന്ന്. എടോ, ഞാനാണ് കാലൻ. കാലനോ? ഏത് കാലൻ? ഏത് കാലം ചോദിക്കാൻ നീ എത്ര കാലിനെ അറിയൂ? അല്ല, എനിക്കറിയുന്ന ഒരു കാലനെ, ഈ ജീവനൊക്കെ കൊണ്ടുപോണ ഒരു കാലം. ജീവൻ കൊണ്ടുപോണ കാലം തന്നെയാ ഞാൻ. അതേത്? ഇതെന്താ കൂട്ടിലങ്ങാടിയില്? ഞാനിവിടെ ഈ കൂട്ടിലങ്ങാടിയിൽ തനിക്കൊരു ഇവിടെ ഒരു സുരേഷിനെ പരിചയമുണ്ടോ? ഒരു സുരേഷോ? കൂട്ടിലങ്ങാടിയിലോ? ഇവിടെ ഒരു 10-14 സുരേഷ്. അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള അഡ്രസ് ഞാൻ അഡ്രസ് നോക്കി. സുരേഷ്, അച്ഛന്റെ പേര് പത്മതലാക്ഷൻ, വയസ്സ് 29. ഇത് നമ്മളെ പപ്പേട്ടന്റെ മോൻ. ഏത് പത്മേട്ടന്റെ? റിട്ടയർഡ് ആയ പപ്പേട്ടെ മുപ്പര മോൻ സൈക്കിളിന്റെ റിപ്പയർ സുരേഷ്. ആണോ? എന്റെ കമ്പനിയാ. സുരേഷിനെ അറിയാം. ഓനെന്തിനാ? സുരേഷിന്റെ സമയായി. സുരേഷിന്റെ സമയായിടോ. എന്തെത്താ കാലത്? കണ്ണു ചോരലാത്ത കൊണ്ടോവല. ഓൻ ഇന്നലെ കൂടി കല്യാണ പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഓന് ജലദോഷം കൂടി വന്നിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് അസുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ശരി, തോന്നിമാരി കൊണ്ടോവല. ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല അച്ഛട്ടാ. പണ്ടാര കാലത്ത് വെറുതെ ഞങ്ങൾ ജനങ്ങൾ വിളിക്കണേ. എടോ, അതല്ല, ഈ സുരേഷിന്റെ വീട് അറിയെങ്കില വീട്ടിലേക്കുള്ള വഴി അറിയട്ടല്ല കാല. ഇങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ സിഗരറ്റ് വലിക്കാത്ത, കള്ളു കുടിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സുരേഷേ ഉള്ളൂ. അതെ, വലിയ വർത്താനൊന്നും പറയണ്ട. ഈ നാട്ടിൽ ഇപ്പൊ കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്. അതറിയോ? നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ശീലം തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലാണ്ടായി. നമ്മൾ വെറുതെ ഈച്ചേനാട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ നാളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് കുറെ പനി ഇങ്ങോട്ട് റിലീസ് ചെയ്തു. പനിയായിട്ട് നിങ്ങൾ 13 ആളെ കൊണ്ടായില്ല. ഞാൻ പറഞ്ഞുതരാം. H1N1 അല്ലേ, പന്നിപ്പനി വന്നു, ഡെങ്കിപ്പനി വന്നു, പക്ഷിപ്പനി വന്നു, തക്കാളിപ്പനി വന്നു. അടുത്ത ആഴ്ച പുതിയ വരാൻ പോവുക ബീട്രൂട്ട് പനി. ഇങ്ങനെ ഇവിടുന്ന് കുറെ പനി ഉണ്ടാക്കിയിട്ട് ഇവിടെ നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ലേ? അല്ല, എന്നാലും ഈ സുരേഷിനെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ സുരേഷിന്റെ വീടറിയെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി കാണിച്ചാടോ. വീട് അറിയട്ടല്ല, ഓന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ഓന്റെ വീട് നിറയെ ജപ്പാൻകുഴിയാ. ജപ്പാൻകുഴി അറിയില്ല? നിങ്ങളെന്ത് പോത്തിന് കൂട്ടാഞ്ഞ്? അങ്ങനെ ചോദിക്ക്. വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റോട്ടിലേക്ക് പോത്തിനെ കൊണ്ടുവരും? ഇവിടെ പോത്തറ്റം വല്ല കുഴിയിലും വീണ് കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പോത്തല്ല, നിങ്ങൾക്കും പോകാൻ പറ്റില്ല. നിങ്ങളെ കൊമ്പ കൊടിഞ്ഞു പോകും അതിലെ പോയാല്. സുരേഷിന്റെ വീട് അല്ല, ഞാനൊരു പണി ചെയ്യാം. സുരേഷിനെ വിളിക്കാം. ഓന് നമ്പറുണ്ട്, ഓന് മൊബൈലുണ്ട്. ഞാൻ ഓനെ വിളിച്ചിട്ടേ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാലോ. ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോകണേ കണ്ടിട്ടില്ല. ഞാനൊരു പണി ചെയ്യാം. ഞാൻ വിളിക്കുമ്പോഴേക്കേ സുലൈമാനെ, നമ്മളെ സുലൈമാന്റെ പീടിയാണ് കാണുന്നത്. സുലൈമാന്റെ പീടിയ അവിടെ നിന്ന് മോരുമെള്ളം കുടിച്ചോളിക്കള്. കുടിച്ചോളി, ഇന്റെ വകയാ, കുടിച്ചോളി. ആദ്യമായിട്ട് നമ്മളെ നാട്ടിൽ വരികയല്ലേ. വല്ലാത്തൊരു സാധനം, നേരിട്ട് നടക്കിയ ആൾക്കാരെ കൊണ്ടുപോവാൻ. ഹലോ സുരേഷാ, മോനെ ടൗസറൊക്കെ എടുത്തിട്ടോ, കാലം വന്നിക്കണ്. കാലൻ ജീവൻ കൊണ്ടോണ കാലൻ ഇതാ അന്നെ കൊണ്ടാവാൻ. എൻ്റെ അച്ഛൻ്റെ പേരും എൻ്റെ നാളും പേരൊക്കെ പറഞ്ഞിക്കണ്. എടോ, ശരിക്കും കാലിനോട് കൊമ്പൊക്കെ ഉണ്ട്. അതാ നമ്മളെ സുലൈമാനെ വീട്ടിൽ നിന്ന് മോരുമെള്ളം കുടിക്കണതാ. കാര്യമായിട്ട് പറയാ. അയ്യൊരു പണിതോ, വീട്ടിൽ നിന്ന് വിട്ടോ. വീട്ടിൽ നിന്ന് എങ്ങോട്ടച്ച പോയിക്കാള്. ഞാൻ ഐഡിയ ഇട്ടതാ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞേച്ചേ. വീട്ടിൽ നിന്നാ മൂപ്പർ എന്നെ കൊണ്ടുപോയി. എങ്ങോട്ടച്ച പോയിക്കാൾ കേട്ടോ. എങ്ങോട്ടച്ച പോയിക്കോളെ, എങ്ങോട്ടും ചോദിക്കാൻ എന്നോട്. ജീവനല്ല എമ്പക്ക് വലുത്. 2-3 മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് പോയിക്കാള്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ. പിടുത്തം കിട്ടരുത് കാലിന്. വിട്ടോ. പിന്നെ പെട്ടെന്ന് വിട്ടോ. ഈ പോണ വരെ ഞാൻ മൂപ്പറെ പിടിച്ചു വെച്ചോളൂ. ശരി. ഇങ്ങനെ കൊണ്ടായ ശരിയാവുമോ? എങ്ങനെയുണ്ട് മോരുവെള്ളം? എങ്ങനെയുണ്ട് മോരുവെള്ളം? കുഴപ്പമില്ല. സുരേഷിന്റെ കാര്യം എന്തായി? കുളിക്കുക ഞാൻ നേരെ അങ്ങോട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ നിങ്ങൾക്ക്. ശരി, അതെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ. അതുവരെ മുമ്പ് വർത്താനം പറഞ്ഞിരിക്കാലോ. ഞാൻ ബസ്സിനകത്തേക്കേനെ ഞാൻ ആദ്യമായിട്ട് കാണാ കാലിനെ. നിങ്ങൾ ശരിക്കും കാണുന്ന തന്നെയാ?
തനിക്ക് എന്തോ ഒരു സംശയം ഞാൻ കാലിനാണോ എന്നുള്ള കാര്യത്തിൽ എന്തോ എന്റെ തെളിവുണ്ടോ? ആണ് നിക്ക്. എന്താ അത്? ഇതെന്താ? എന്റെ ഐഡന്റിറ്റി കാർഡാ. സൂക്ഷിച്ചു നോക്കും. അവിടെ കാർപ്പൊക്കെ ഉണ്ട്. ആ കാർഡൊക്കെ ഉണ്ട്. ആ അതാ കൊമ്പു അതാ പോത്തതാ. പോത്തതാ. അത് ശരിക്കും കാലം തന്നെയല്ലേ? പക്ഷെ നിങ്ങൾ സിനിമയിലും സീരിയലും കാണും പോലെ നല്ല കേട്ടോ. സിനിമയിലും സീരിയലൊക്കെ നിങ്ങൾക്ക് നല്ല തടിയുണ്ട്. ഇതെല്ലാം കൂടി സാധ്യപടി പോലെ അയക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെ മനസ്സിലായില്ലേ, ഞാൻ മെലിഞ്ഞിട്ടാണ്. സിനിമാക്കാര് തടിച്ച ആളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾ പ്രസവത്തിലെ എങ്ങനെയാണ് അല്ലേ? ഞാൻ പ്രസവത്തിൽ എങ്ങനെയാണോ പ്രസവത്തിൽ അല്ലാണ്ട് നോക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടായ എന്തിട്ടു? എന്ത് ശമ്പളം? ഇവിടുന്ന് ഒരാളെ കൊണ്ടായാലേ ശമ്പളം എന്തിട്ടു? ഇത് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ഇത് ഞങ്ങളുടെ കർമ്മമാണ്. പ്രതിഫലം കിട്ടൂല, പൈസ കിട്ടൂല. പൈസ കിട്ടൂല? ഇവിടെ ഒന്നും ആരും അതിന് കിട്ടൂലേ? ഇവിടെയൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെക്കല്ലോ, നിങ്ങൾ എന്താക്കൂ? ആ പഞ്ഞി ഞങ്ങൾ എവിടെ എത്തുമ്പോ എടുക്കും. അവിടെ നിർത്താളോ? കാൽമല കെട്ടോ? കാൽമല കെട്ടഴിക്കൂ. ഇവിടെ ഒരു കെട്ടി കെട്ടല്ലേ നിങ്ങൾ? അതോ അതും അഴിക്കൂ. അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കുക. ഇവിടെ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കണ്ട വിവരക്കേടൊക്കെ ചെയ്തു വെക്കായി? അത് ശരി. ബാക്കിയുള്ളവനെ അവിടെ പണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിനിറ്റ്. ഫോണോ? ഹലോ, ആ ചിത്രഗുപ്ത, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇല്ല, ഞാനിത് അവിടെ ഉണ്ട്, കൂട്ടിലങ്ങാടിയാണുള്ളത്. ആളെ കിട്ടിയില്ല. ഇപ്പൊ വരും. ഇപ്പൊ വരും. വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇല്ല കുഴപ്പമില്ല, കുളിക്കാന്ന് പറഞ്ഞു. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം. പിന്നെ ഇന്നലെ വന്ന 3 ആളുണ്ടല്ലോ, അവരെ കാലിലെ കെട്ടഴിക്കണ്ട. അത് സിനിമാറ്റിക് ഡാൻസിന്റെ ചെറുപ്പക്കാരാ. വെറുതെ അവിടെ കിടന്ന് ചാടി കളിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി. ആരാ? ചിത്രഗുപ്ത. അത് ശരി, അങ്ങോട്ട് റേഞ്ച് ഉണ്ട്. പിന്നെ നല്ല റേഞ്ച് അല്ലേ? പിന്നെ ഭയങ്കരല്ലേ. കാലം പോയൊരു പോക്കില്ലേ കാല? അല്ല കാലേട്ടാ. അങ്ങനെ വിളിക്കും, മര്യാദക്ക് വിളിക്കും, ബഹുമാനിക്കാൻ പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരൂലേ? വരും. എന്നിട്ട് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കും. അതായത് ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് മരിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്നുള്ള ഞാനാ തീരുമാനിക്കുക. നിങ്ങളാണ്? ഞാനാ തീരുമാനിക്കുക. ശരി. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ എന്നെ മെല്ലൊന്ന് സ്വർഗത്തിലേക്ക് ആക്കി തരണം. അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ആക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ ചില ഒരു മാമൂലുകളൊക്കെ. എന്നെ വേണ്ട രീതിയിൽ കാണുന്ന ആളുകളെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക്. എങ്ങനെ കാണൂ? എന്ത് പൊട്ടിക്കാന്ന്? കുപ്പി പൊട്ടിച്ചാൽ ഉടനെ വീഴുന്ന ആളാ ഞാൻ. എന്നോട് ആരാടാ പറഞ്ഞു? നിന്റെ പേരൊന്ന് പറ, ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിന്റെ പേര് പറ. നിന്റെ പേര് പറ, ലിസ്റ്റ് നോക്കട്ടെ. അല്ല എന്തറിയോ? പേര് പറയണോ? കുപ്പി പൊട്ടിക്കണ്ട. പേര് പറയണോ? പേര് കുട്ടിക്കൃഷ്ണ. അച്ഛന്റെ പേരെന്താ? അച്ഛനില്ലല്ലോ. അച്ഛൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അച്ഛൻ എവിടുന്ന് കൊണ്ടുപോയതാ? എവിടുന്ന്? കൂട്ടിലങ്ങാടി. തെങ്ങിന്റെ മേലത്തെ വീണിട്ട്. ശങ്കരന്റെ മോനാ ഞാൻ. അത് ശരി. പറയണ്ടേ ഒരു മിനിറ്റ്. കുട്ടിക്കൃഷ്ണൻ ഞാൻ ഉണ്ടാവില്ല. ഇല്ല, 10 കൊല്ലത്തേക്കില്ല. ഇപ്പഴാ ശ്വാസം നേരെ വീണേ. പിന്നെ നിന്റെ അച്ഛൻ നിങ്ങളെ മൊബൈലിൽ വിളിച്ചാ കിട്ടുവോ? അങ്ങനെ വിളിച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കാൻ പറയാൻ പറ്റൂല നമുക്ക്. ഞങ്ങൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ആളെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അല്ല എന്നാലും നിങ്ങളെ മൊബൈലിൽ ഞങ്ങൾക്ക് മോരുമള്ളൊക്കെ പിടിച്ചെന്നല്ലേ? അച്ഛനോട് ഒന്ന് വർത്താനം പറയാൻ വിളിക്കുക, പക്ഷെ അധികം നേരം സംസാരിക്കില്ല. പെട്ടെന്ന് കട്ട് ചെയ്തോ. ആയിക്കോട്ടെ, നോക്കി കിട്ടിയാലോ? ഹലോ ശങ്കര, ഞാൻ നിന്റെ നാട്ടിലുണ്ട്. നിന്റെ മോൻ എന്റെ അടുത്തുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. എന്റെ മോനുണ്ടോ? എന്തൊക്കെയോ സംസാരിക്കാൻ. പെട്ടെന്ന് വെച്ചേക്കണേ. അച്ഛാ. മോനെ. അച്ഛൻ ഞാനാ. എന്തൊക്കെയാണോ എനിക്കവിടെ? സുഖാണോ? സുഖം അച്ഛാ. കാലം ഇവിടെ നമ്മളെ പത്മേട്ടന്റെ മോനെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേനി. കണ്ടപ്പോ എനിക്ക് പോകണ്ട എന്നതാ. ഒരു പണി. പിന്നെ അച്ഛന്റെ പഴയ കമ്പനിക്കാരെ വീടൊക്കെ ഒന്ന് കാലിൽ കാണിച്ചു കൊടുക്കും. ഓരോട് പെട്ടെന്ന് കൊണ്ട് വരാൻ പറയും. അല്ല അച്ഛാ, ഓർക്കൊന്നും ഒരു സൂക്കേട് പോലും പിടിച്ചില്ല അച്ഛാ. സൂക്കേടൊന്നും വേണ്ടോ, ഓരോട് ഹൈവേ കൂടെ 4 പ്രാവശ്യം നടന്നാ മതി എന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്തൊക്കെയാ? സുഖം തന്നെയല്ലേ നിനക്ക്? അച്ഛന് സുഖല്ലേ? അച്ഛന് സുഖാണോ? പരമ സുഖല്ലേ ഇവിടെ. പിന്നെ ഒരു കാര്യം ചെയ്യണം. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ പോയില്ല അച്ഛാ. അമ്മ പോയോ? എന്നിട്ട് അമ്മ ഇങ്ങോട്ടെത്തിയില്ലല്ലോ. അങ്ങോട്ടല്ല, അമ്മ സുബ്രഹ്മണ്യേട്ടന്റെ കൂടെ പോയി. പോവാടാ. അമ്മ സുബ്രഹ്മണ്യേട്ടൻ ഇടക്കിടക്ക് വീട്ടിൽ തിരിഞ്ഞു കളിക്കണ കാണുമ്പോ എനിക്ക് തോന്നിയിട്ട് അമ്മ അങ്ങോട്ട് കൂടെ പോകുന്നു. അമ്മ 41 വരെ കാത്തു, 42-ാം തീയതി പോയി. പോയില്ലേ? പിന്നെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അർബൻ ബാങ്കിൽ 2 ലക്ഷം ഉറുപ്പിക എടുത്തില്ലേ ലോൺ? അത് തിരിച്ചടച്ചോ? അടയ്ക്കാൻ തുടങ്ങിയില്ല അച്ഛാ. എന്താണ്? അടയ്ക്കാൻ തുടങ്ങിയില്ല. അടച്ചില്ല. ഈ അടയ്ക്കൂലടാ. ഈ അങ്ങനത്തെ കുരുത്ത കെട്ട സാധനം. ഈ പറഞ്ഞാ കേൾക്കൂല. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചങ്ങനെ നടന്നോ? സീറ്റ് ഒരു കാലത്ത് നന്നാവാൻ പോകില്ല. അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോഴേ സ്വര്യം തന്നില്ല, അവിടുന്ന് സ്വര്യം കെടുത്താ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഫോൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രേം നസീർ എവിടെയാ? പ്രേം നസീർ അവിടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സിനിമയിൽ അഭിനയിച്ചില്ലേ മൂപ്പര്? പിന്നെ നമ്മുടെ വീരപ്പൻ നരകത്തിൽ തന്നെ കിടക്കണോ? എന്തൊക്കെ കുലുമാലിതാക്കിയ ആളല്ലേ? ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുതേ. നമ്മുടെ സിൽക്ക് സ്മിതി എവിടെയാ? മനസ്സിലായി. എവിടെയാ? അവിടെ ഉണ്ട്.
അവിടെ എന്താ പണി? ദേവലോകത്ത്. എന്താ പണി? ബാറിലെ ഡാൻസറാ. ഡാൻസർ? അതെ അതെ അതെ. ഓ, ഓളെ കാണാൻ ഇനിയും 10 കൊല്ലം കാത്തിക്കണോ? ഒരു മിനിറ്റ്. ഹലോ. ഇല്ല എത്തിയിട്ടില്ല. ഞാനിപ്പോ നോക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എടോ, ചിത്രഗുപ്തൻ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുരേഷിന്റെ കാര്യം എന്തായി? പെട്ടെന്ന് നോക്ക്. അവൻ എന്താ വരാത്തെന്ന് മനസ്സിലായി. നോക്ക്. ഞാൻ ഒന്നും കൂടി വിളിച്ചോ. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച ഇനിയും കൊണ്ടുപോകേണ്ട ആൾക്കാരെ നിങ്ങൾ വല്ലാണ്ട് ആളെ കൊണ്ടുകൊണ്ടിട്ടോ പണ്ടാരക്കാല. ഓ എപ്പോ സുരേഷേ എവിടെ എത്തി? സ്റ്റേഷനിലെത്തി? മണ്ടിട്ടിയോ? അവന്റെ മോനെ കാലന്റെ മുന്നിൽ വന്ന് വിട്ട എന്റെ ഭാഗ്യ. പോയി വിട്ടോ ജീവൻ അമ്പക്ക് വലുത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശരിയാവില്ലോ. ഏതാ വണ്ടി? മദ്രാസ് മെയിലോ? ആയിക്കോട്ടെ, വിട്ടോ. പിന്നെ എത്ര മണിക്ക് അടുത്തു? നാളെ രാവിലെ 7:30. ആയിക്കോട്ടെ. പിന്നെ ഒരു അറിയിപ്പുണ്ടാവണവർ ഇങ്ങോട്ട് വരരുതിട്ടോ. ഞാൻ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയേ. ആയിക്കോട്ടെ. കാലം മൊയന്തായി. പാവോ, ആളെ കൊണ്ടുപോകാൻ വന്ന ആളാ ചൂടിയേറ്റ്. എന്തായിടോ? എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ്? ഈ കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്. അപ്പൊ കിട്ടും നിങ്ങൾക്ക്? കിട്ടും. എന്ത് കിട്ടുന്നു? വല്ലാണ്ട് കൊണ്ടുപോകും സുരേഷിനെ. ഓന്തിനെ പോലെ നിറമാറി കളിക്കരുത്. കാര്യം പറ. ഇന്റെ കാല ഈ കുട്ടിക്കൃഷ്ണന്റെ മുന്നിലല്ലേ വന്ന് പെട്ട്. ഈ കുട്ടിക്കൃഷ്ണൻ ആരാ മോയി? സുരേഷിനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? നിങ്ങൾ നേരത്തെ മോരുവെള്ളം കുടിക്കാൻ പോയില്ലേ? ആ ഗ്യാപ്പില് ഓണം ഞാൻ ഇവിടുന്ന് മദ്രാസിലേക്ക് കയറ്റി. എങ്ങോട്ട്? വണ്ടി കയറ്റി മദ്രാസിലേക്ക്. വണ്ടി കയറ്റി വിട്ടു. ഓപ്പ മദ്രാസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക്. സുരേഷിനോ? നാളെ രാവിലെ 7:30 മണിയാകുമ്പോഴേ മദ്രാസിലെത്തു. നാളെ രാവിലെ 7:30 മണിക്ക് സുരേഷ് മദ്രാസിലെത്തു. ഉറപ്പാ? ചിരിക്കുക മോയന്തായിട്ടു. മോയന്തായിട്ട് ചിരിക്കുക കാല. എന്തേ കാല ഈ കാര്യം പറയും. നീ എന്താടാ വിചാരിച്ചത്? ഈ കാലനായി ഞാൻ വെറും പൊട്ടനാന്ന് വിചാരിച്ചോ? എടാ, ഈ പറയുന്ന കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്, വയസ്സ് 29. നാളെ രാവിലെ 7:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോ കാല് തെറ്റി പ്ലാറ്റ്ഫോമിൽ വീണ് അവിടെ നിന്ന് ചതഞ്ഞരഞ്ഞ് മരിക്കേണ്ട ആളാ. ഈ നാളെ മരിക്കേണ്ട ആളെന്താ ഈ സമയമായിട്ടും കൂട്ടിലങ്ങാടി തന്നെ തിരിഞ്ഞു കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വേറൊരു വഴിക്ക് പോകുമ്പോ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാ ഞാനിവിടെ. അപ്പൊ ഏതായാലും നീയായിട്ട് ഫോൺ ചെയ്ത് അവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഞാനിപ്പോ നേരെ മദ്രാസിലേക്ക്. വിളിച്ചിട്ട് കാര്യമില്ല, അവൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലേ. ഞാൻ എന്തായാലും മദ്രാസിലെത്തി സുരേഷിന്റെ ആത്മാവിനെയും കൊണ്ട് പോകും. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. അന്ന് നിന്നെ കൊണ്ടുപോകാനായിരിക്കും ഞാൻ വരിക. പോട്ടെ. നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടനെയാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നടൻ ശ്രീ സിദ്ദിഖ്. അമ്മച്ചി ഇതാരെ തോൽപ്പിക്കാന്? പണ്ട് വാഗത്താനത്തുനിന്ന് അപ്പച്ചൻ്റെ കൈ പിടിച്ചിറങ്ങിയ കൊച്ചുറോ ഇപ്പം പ്രായം എത്രയായി? മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ആയി. പ്രായം ഒരുപാട് തടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ ശരി അങ്ങാടി മുഴുത്തുണ്ടോ എല്ലാം വേണ്ടത് പറഞ്ഞിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സിദ്ദിഖ് എന്ന നടനു ശേഷം ഇനി നമ്മുടെ മുന്നിലെത്തുന്നത് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു നടിയാണ്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയ്ക്ക് ലഭിച്ച ഷീല എന്ന ആ നടി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ കൊച്ചു ത്രേസ്യ എന്ന ആ കഥാപാത്രം. എന്റെ മാത്തുക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാശ് കൊടുക്കാമെന്നേറ്റത് അമ്മച്ചിയല്ലയോ മക്കളെ? എങ്കിലും അമ്മച്ചി തന്നെ കൊടുക്കും. ഇതിന്റെ കുട്ടിയുടെ കുട്ടിയാണ് മാളു. ഓക്കെ, ഷീലയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയുടെ തിലകക്കുറിയായ നടനാണ് ശ്രീ തിലകൻ. ഈ തിലകൻ ഒരു മകനുണ്ട്, ഷമ്മി തിലകൻ. മോഹൻലാലിന്റെ ദേവാസുരം എന്ന ചിത്രത്തിൽ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് നെപ്പോളിയൻ ആയിരുന്നെങ്കിൽ ആ നെപ്പോളിയന് ശബ്ദം കൊടുത്തത് ഷമ്മി തിലകനായിരുന്നു. ശ്രീ ഷമ്മി തിലകൻ. മുസ്തഫ ഹാജിയുടെ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവൻ നമ്പ്യാരും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തടുത്തു നിൽക്കാനുള്ള കൈക്കരുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ ഭായ്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാനാവില്ല സക്കീർ ഭായ്. എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായ്ക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം, എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ. ഓക്കെ, പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയിലെ പേര് തന്നെ സ്വന്തമായിട്ട് ലഭിക്കുക, ഇതൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മലയാളത്തിലെ ഒരു നടനാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്. മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള രാജു.
ലാസർ പാലയിൽ നിന്ന് കാപ്പി കുടിക്കണം, പിന്നെ എൻ്റെ ഭാര്യ ഒന്ന് കാണണം. സാറ് പറഞ്ഞ കറക്റ്റാ. ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും കുറെ മോളോടെ കൊമ്പത്തിരിക്കുന്നവരെ എവിടെ നിന്ന് ജോലി ചെയ്യണം തീരുമാനിക്കുന്ന CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇന്ത്യയുടെ ചുരുക്കം ചില സുഹൃത്തുക്കളെ മാത്രം അവരുടെ പാലക്കാട് വിക്ടോറിയയിൽ ഒരുമിച്ച് പഠിക്കാനുള്ള പേരുണ്ടായി വരാം സാർ. അയ്യോ, ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നിങ്ങളേവരും കാണുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും ജഡ്ജസിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു മജീഷ്യനുണ്ട്, മജീഷ്യൻ മുതുകാട്. ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാ നിങ്ങളുടെ മുന്നിൽ മജീഷ്യൻ മുതുകാട്. ഈ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂതിരിയാണ്. കാരണം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു മാജിക്ക് ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി ഞാനന്ന് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും വേദിയിൽ എൻ്റെ മുമ്പിൽ മോനിങ്ങനെ പാടിയ സമയത്ത് ആ ഒരു പഴയ വിസ്മയ ലോകത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും മോൻ്റെ പാട്ടിന് നല്ല ഒരു മാർക്കുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ച ഒരു കാലത്ത് വില്ലനായും ഇപ്പോൾ തമാശ നടനായി മാറിയ ആ നടനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ കൊച്ചിൻ ഹനീഫ. പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞ് എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ടാ ഈ പിള്ളച്ചന്റെ ഒരു കാര്യം. എപ്പം നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങോ പന്നി? ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ നിന്നും വ്യത്യസ്തമായി തമിഴകത്തെ ഒരു നടനെ നമ്മൾ കാണാൻ പോകുന്നു. തമിഴകത്തെ ഒരു സൂപ്പർ വില്ലൻ, ഈ അടുത്ത കാലത്ത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ആ നടൻ. മലയാളത്തിൽ പാണ്ടിപ്പട എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മനോഹരമായൊരു വേഷം ചെയ്ത ആ നടൻ ശ്രീ പ്രകാശ് രാജ്. செல்லம்மா, ஐ லவ் யூடா. இந்த ஊர்ல யார் வெடுத்த மாதிரியே பேசலாம், நான் நீ பேசக்கூடாதா? ஏன்னா நான் உன்னை காதலிக்கிறேன். ஏ ராஜா, இனி உள்ள கேள்வி எல்லாமே நானே கேட்க போறேன். ஏன்னா இந்த இன்ஸ்டிடியூஷனுக்கு நான் தான் டீன். ബാസ് നിന്റെ കൂട്ടുകാരനാണല്ലേ, അവനെ ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണോ? അപ്പടിയല്ല ഇപ്പടി അടിക്കടാ. ഓക്കെ, മലയാള സിനിമയുടെ ആ പഴയ സുവർണകാലം, ആ കാലത്തെ രണ്ട് നായകന്മാരാണ് പ്രേം നസീറും സത്യനും. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ശ്രീ സത്യനേശൻ നാടാർ. അമ്മേ, കുട്ടികളില്ലാത്ത വിഷമം കാരണം ഞാൻ മൂകാംബിക പോയി തിരിച്ചു വന്നപ്പോൾ വീട് നിറച്ചും കുട്ടികളാ. ഇത് ശാന്ത തെറ്റുകാഴ്ച അന്നോ സുലോചന തെറ്റുകാഴ്ച അന്നോ? കേന്ദ്രമന്ത്രി KM വർഗീസിന്റെ പമ്പള അച്ചാമ്മ വർഗീസിന് കുതിര സവാരി പഠിക്കണോ അത്രേ. ഇന്ന് തന്നെ ഒരു കുതിരയും ട്രെയിനറെയും നമ്മൾ ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കുന്നു ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവെന്ന് അധികാരം വെച്ചുകൊണ്ട് തേർഡ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞിട്ടാ അച്ചാമ്മ പോലീസ് കുതിരയുടെ പുറത്തോട്ട്. യവനാകുമ്പോൾ കൊള്ളാം, പോലീസുകാർക്കുള്ളത്ര ക്ഷമ യവനുണ്ടായിക്കൊള്ളുന്നില്ല. ബോബി, നോ സോഡ, എനിക്ക് ഓൺതറോക്സ് മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടായോ? ഒരു കാലത്ത് മിമിക്രി കൂട്ടുകെട്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ, പിന്നീട് അവർ മലയാള സിനിമയുടെ ഇരട്ട സംവിധായകന്മാരായി മാറി. ഈ ഇരട്ട സംവിധായകന്മാരിൽ നിന്നും ഒരാളെ നമുക്ക് നല്ലൊരു നടനായി ലഭിച്ചു. ആ നടനാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ശ്രീ ലാൽ. ശരിയാ, നീ പറഞ്ഞോളൂ. ശരിയാ, എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പേഴ്സണൽ സ്വന്തം കാര്യം നോക്കി പോയതോടെ ശരിയാ എന്റെ അമ്മ. അങ്ങനല്ല എനിക്ക് നിന്റെ അമ്മ ചത്തുന്നേട്ടാ. ശരിയാ വരിക. ശരി, ബോംബെയിലോ ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ പഴമൊക്കെ മറന്നോ? ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ചിത്രം എന്ന മോഹൻലാൽ ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ മോഹൻലാൽ വെള്ളമെടുത്ത് അഭിനയിക്കുന്ന ഒരു രംഗത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണുവും, മോഹൻലാലിൻ്റെ അമ്മായിയപ്പനായി വേഷമിട്ട അന്ന് ആ നടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത് നമ്മുടെ മരിച്ചുപോയ നടൻ നരേന്ദ്രപ്രസാദ് ആയിരുന്നു. നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു രംഗം. സുശീല മുറിയില്
മൂന്നുകുളം തോണ്ടി രണ്ടുകുളം പൊട്ട നീ തണ്ടിയില്ല. കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയാൻ പോവാ. ആ താനെന്തോന്നു തുറന്നു പറയാൻ പോവാന്ന്? അയ്യോ ഞാനിവിടെ ആരുമല്ല, ആരുമല്ല വിഷ്ണു. അയ്യോ അതല്ല, ഇത്രയും പരിശുദ്ധാത്മാവായ മേനോ സാറിനെ പറ്റിക്ക് എനിക്ക് പറ്റില്ല. ഞാൻ പറയാൻ പോവാ. എന്താടോ കൈമളെ, ഞാൻ അറിയാത്ത എന്ത് കാര്യമല്ല ഇവിടെ. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അറിയണം. അണ്ണാ രണ്ടാ കണക്ക്, മൂന്നായ പിന്നെ കരച്ചിലായി പിടിച്ചിലായി കാര്യമായി. അയ്യോ പൂസല്ല പിള്ളേട്ടാ, പിള്ളേന്റെ ഈ മുട്ട ഈ മുട്ട ഇത് കുഞ്ഞുനാളുകളാണ്. ഇപ്പൊ ഒരു പേര് വിളിക്കട്ടെ, കള്ളപ്പിള്ള കള്ളപ്പിള്ള കള്ളപ്പിള്ള. താങ്ക് യു. ഒരുപാട് അച്ഛൻ വേഷങ്ങളും അമ്മാവൻ വേഷങ്ങളും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് നനച്ചിരിക്കാത്തൊരു സുപ്രഭാതത്തിൽ മരണം വന്ന് തട്ടിക്കൊണ്ടുപോയൊരു നടനാണ്. ഒടുവിലായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. വെളിച്ചപ്പാടുകിന് ഉറഞ്ഞു തുള്ളല്ലേ. ഒരു ഭാഗത്താണ് അനിയും പപ്പട ആൾക്കാർ, മറുഭാഗത്താണ് ചേട്ടൻ പപ്പട ആൾക്കാർ. പ്രേമേന്ദ്ര നനക്കിടപ്പ ഇനിപ്പറ്റ വഴിയുള്ളൂ, അടുക്കല്ലപ്പത്തുള്ള വഴി. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ ചേച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്ത് വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം.
ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയുമാണ് അച്ഛാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അച്ഛാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥയ്ക്ക് പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കട്ടലിനെ വിളിക്കുമെങ്കിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എന്നാ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ, ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടിച്ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു പറയാണ് രാജൻ
ഞാൻ നിന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു, എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ, എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു, രാജൻ. അപ്പൊ ഞാൻ മരിക്കുക. പിന്നെ നസീർ സാറ്, ബാബു, ബാബു, ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടോന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാണ് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ, ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടേച്ചി, പോട്ടെ എണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്.
ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. അമ്മേ കല്യാണി ശ്രീകുട്ടൻ ചതിച്ചു, അമ്മേ ചതിച്ചു. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയുമാണ് അച്ഛാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അച്ഛാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയൊക്കെയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥയ്ക്ക് പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എന്നാൽ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മേ, ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ, ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ, അങ്ങനെയല്ല. പെൺകുട്ടികളായാൽ പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ.
മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകുന്നത് നിങ്ങളിരുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കോ. ബാബു അല്ല എന്താ പറയണേ, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. അപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതല്ലോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് അവക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ.
ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്കം പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന്. പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയൊക്കെയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന
സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര, ആരോരും കാണാതെ അരികെ വരാമോ, അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്തു തരും നീ, ഹം സഫർ एक जरा इंतजार, सुन सदाएं दे रही है मंजिल प्यार की. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനോ? മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരേറ്റ് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 ഉറുപ്പിയും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്. പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റ് ഒക്കെ ആയിട്ട് വാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടിയാ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ
അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് നിങ്ങൾ അടിപൊളി. ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പരിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്രി മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാം, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க நான் 7th கிளாஸ் சொல்றேன் நீ 10th
பத்தாம் கிளாஸ் ஃபெயில் பண்றேன். பாஸ் பெருசா ஃபெயில் பெருசா பாஸ் நீ பெருசா பாத்தீங்களா? ஐயோ. താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ? വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നത്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ, என்ன சொல்லுங்க? நான் 7ஆம் கிளாஸ் பாஸ் பண்றேன், நீ 10ஆம் கிளாஸ் ஃபெயில் பண்றேன். பாஸ் பெருசா ஃபெயில் பெருசா பாஸ் நீ பெருசா பாத்தீங்களா? ஐயோ. താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ? വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ.
താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് കേട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. ചേട്ടാ, ഇതൊന്നും അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടെയായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊപ്പം ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 ഉറുപ്പിയും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർപ്പ് ചെയ്തല്ലോ. ഈ വാർപ്പിന് മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയുള്ള നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും.
അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.